നമുക്കിന്നൊരു ഓയിൽലെസ് ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, ചുമന്നുള്ളി, പച്ചമുളക് അരച്ചരപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ആഡ് ചെയ്യണം. ഞാനിവിടെ സ്പെഷ്യലായിട്ട് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പൊടികളൊക്കെ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നേരത്തെ അരച്ച് വെച്ച അരപ്പിനകത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും ചുമന്നുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനിലാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പും കൂടെ ആ മസാലക്കൂട്ടിലേക്ക് ചേർത്തിട്ട് കുറച്ച് തൈരും കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 2 hours ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അതിനുശേഷം നല്ല നീളത്തിലുള്ള വാഴയില വാട്ടിയിട്ട് അതിലേക്ക് മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ വെച്ച് നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞ് വെച്ചേക്കുന്ന ചിക്കൻ ഒരു സ്റ്റീൽ പ്ലേറ്റിനകത്താക്കിയിട്ട് ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ താഴത്തെ തട്ടിൽ ഇറക്കി വെക്കണം. എന്നിട്ട് അത് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്ത ശേഷം അതൊരു തവയിലേക്ക് മാറ്റി ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമെല്ലാം നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം. നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായി. നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ്